വിശദമായി നോക്കാം. കർണാടകയിലെ ശിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിലിനായി ഡ്രഡ്ജർ എത്തി. പാലത്തിനടിയിൽ കൂടി ഡ്രഡ്ജർ ഗംഗാവലി പുഴയിൽ ഇപ്പോൾ. ശിരൂരിൽ നിന്ന് KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, നമ്മൾ അങ്ങനെ പ്രതീക്ഷയിലേക്ക് അടുക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ഗംഗോത്രി പാലത്തിന്റെ തൂണുകൾക്കിടയിലൂടെ ഡ്രഡ്ജർ കടത്തിക്കൊണ്ടുവരുന്നത് ആ കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കയും ഇപ്പോൾ മാറി എന്ന് പറയാമല്ലേ? തീർച്ചയായും ഭവ്യ, ഈ ശിരൂർ ദൌത്യവുമായി ബന്ധപ്പെട്ട നിർണായക ആദ്യഘട്ടം പിന്നിട്ടു എന്ന് വേണം പറയാൻ. കാരണം വേലിയേറ്റം അത് വലിയ പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വൈകിട്ട് ഈ 4-5 മണിയോട് കൂടിയാണ് വെള്ളം കുറയുന്നത്. ആ സമയത്ത് കൃത്യമായി ഡ്രഡ്ജർ ഇപ്പോൾ ഈ റോഡ് പാലത്തിലൂടെ കടന്നു പോയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ഇവിടെ നിന്നും ഡ്രഡ്ജർ മുന്നോട്ട് പോയത്. ഇനി റെയിൽവേ മേൽപ്പാലമുണ്ട്, അതിനടിയിൽ കൂടി പോകാനുണ്ട്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ അത് പ്രയാസമല്ല. 1 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഡ്രഡ്ജർ ഏതായാലും ഗംഗാവലി പുഴയിലെത്തും. ഇന്ന് മറ്റ് ക്രമീകരണങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ഈ ബോട്ട് ഇവിടെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് ക്രമീകരണങ്ങൾ മാത്രമേ ഉണ്ടാവൂ. നാളെ രാവിലെ 6 മണി മുതൽ തന്നെ ഈ തിരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. നാവികസേനയുടെ ഒരു പരിശോധന ഇന്ന് അവിടെ ഉണ്ടായിരുന്നു. ഏതെല്ലാം രീതിയിൽ നാളെ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തണം എന്നത് സംബന്ധിച്ചായിരുന്നു. എന്തായാലും ഈ ഡ്രഡ്ജർ എത്തിയതോടുകൂടി ഈ ലോറി ഇനി കണ്ടെത്തുക വളരെ എളുപ്പമാണ്. കാരണം ഈ മണ്ണിൽ പൂണ്ട് നിലയിലാണ് ഇപ്പോൾ ലോറി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലോറിയുടെ മുകളിലുള്ള മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം ഈ കല്ലും പാറക്കൂട്ടങ്ങളൊക്കെ അവിടെയുണ്ട്. അത് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് വളരെ എളുപ്പം നീക്കം ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നാളെ ഉച്ചയോട് കൂടി തന്നെ ഈ ലോറി കൃത്യമായി കണ്ടെത്തി ആ ക്യാബിനരികിലേക്ക് എത്തുക എന്നതാണ് ഈ ദൌത്യ സംഘത്തിന് മുന്നിലുള്ള ലക്ഷ്യം. ആ രീതിയിലുള്ള പരിപാടികളുമായി ആസൂത്രണം ചെയ്താണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും പോലീസും ഒപ്പം ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നോ ഈ തെരച്ചിലിന് സംവിധാനങ്ങളുണ്ടായ ആ സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് വിപുലമായ അവസാനഘട്ട തിരച്ചിലാണ് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇനി 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. അർജുനു പുറമെ ലോകേഷിനെയും ജഗന്നാഥിനെയും കൂടി, ഈ കന്നഡികരായ അവർ 2 പേരെയും കൂടി കണ്ടെത്താനുണ്ട്. അതുകൊണ്ട് തന്നെ 3 പേർക്കായുള്ള തിരച്ചിൽ, അവസാനഘട്ട തിരച്ചിൽ ഗംഗാവലി പുഴയിൽ നാളെ രാവിലെ മുതൽ ആരംഭിക്കും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. അതിലേറ്റവും വെല്ലുവിളി ഉയർത്തിയത് ഈ ഡ്രഡ്ജർ അവിടെ എത്തിക്കുക എന്നത് തന്നെയാണ്. അത് ഗോവയിൽ നിന്നും വളരെ വിജയകരമായി കാർവാറിലെത്തിക്കുകയും പിന്നീട് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് എത്തുകയും അല്പസമയം മുമ്പാണ് ഈ ഡ്രഡ്ജർ പാലത്തിലൂടെ അപ്പുറത്തേക്ക് കടത്തിവിട്ടത്. ഇനി റെയിൽവേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റെയിൽവേ മേൽപ്പാലത്തിന്റെ ആ ഒരു ഘട്ടം കൂടി പിന്നിടാനുണ്ട്. ഇതായിരുന്നു ഏറ്റവും പ്രതിസന്ധിയുള്ള ഒരിടം. ഇത് വളരെ എളുപ്പത്തിൽ കടക്കാൻ സാധിച്ചു. ഇനി 1 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലെത്തും. എന്തായാലും തിരച്ചിൽ ഊർജിതമായി നാളെ ഉണ്ടാകും. നാളത്തോടുകൂടി ഈ തിരച്ചിലിൽ നിർണായക വഴിത്തിരിവുണ്ടാകും. കാരണം ഈ ക്യാബിനിലേക്ക് എത്താൻ നാളെ തന്നെ കഴിയുമെന്നൊരു പ്രതീക്ഷയൊക്കെ ദൌത്യസംഘം കടൽ കടന്ന് അഴിമുഖം താണ്ടി ഗംഗാവലി പുഴയിലേക്ക് ഡ്രഡ്ജർ വെസൽ പ്രവേശിപ്പിക്കുന്നത് ഏറെ സാങ്കേതികപരമായി ശ്രമകരമായ ദൌത്യമായിരുന്നു. ആ ദൌത്യമാണിപ്പോൾ ആദ്യഘട്ടം അത് പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാം. എന്തായാലും ഗംഗോത്രിയുടെ തൂണുകളെ താണ്ടി ഡ്രഡ്ജർ എത്തുകയാണ് ഗംഗാവലി പുഴയിലേക്ക്. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും ഗംഗാവലി പുഴയിൽ അർജുനായുള്ള തിരച്ചിലിനായി ഡ്രഡ്ജർ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ശ്രമകരമായ ദൌത്യം തന്നെയായിരുന്നു KV ബൈജുവിന്റെ വാക്കുകൾ പോലെ. ബൈജു, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കടൽ കടന്ന് ഏറ്റവും പ്രധാനമായി അഴിമുഖം താണ്ടിയാണ് ഗംഗാവലി പുഴയിലേക്ക് ഡ്രഡ്ജർ എത്തിയത്. സാങ്കേതികമായി ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തെത്തിയതിന്റെ ആദ്യഘട്ട വിജയമെന്ന് നമുക്ക് അനുമാനിക്കാം, അല്ലേ ബൈജു? തീർച്ചയായും ഭവ്യ, കാരണം ഇത് ഗോവയിൽ നിന്നാണ് പുറപ്പെട്ടത്. 25 മണിക്കൂർ എടുത്തു. ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കടൽ കടന്ന് അഴിമുഖം കടന്ന് ഇപ്പോൾ പുഴയും കടന്ന് ഗംഗാവലി പുഴയിൽ ആ വലിയ ദുരന്തമുണ്ടായ ഗംഗാവലി പുഴയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 6 മണിയോടുകൂടി തന്നെ ഈ ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലെത്തും. ഇന്ന് പ്രധാനമായും ഇത് ഈ ടഗ് ബോട്ടുമായി ഘടിപ്പിച്ച് കൃത്യമായി അവിടെ സ്ഥാപിക്കുകയാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും 7 മണിയോടുകൂടി ഇന്നത്തെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്നാണ് ഡ്രഡ്ജർ കമ്പനി അധികൃതർ
അധികൃതർ വ്യക്തമാക്കിയത്. ഇതിൽ ആ ലോറി കൃത്യമായി നേവിയുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്, ആ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലത്ത് കൃത്യമായി ഇത് സ്ഥാപിച്ച് നാളെ രാവിലെ 7 മണി മുതൽ തന്നെ NDRFന്റെയും SDRFന്റെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ സഹായത്തോടുകൂടി വിപുലമായ ഒരു തിരച്ചിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പദ്ധതിയിടുന്നത്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നാളെ വൈകിട്ടോടുകൂടി തന്നെ ആ ശ്രമം ഒരു പക്ഷേ ഇവർ വിജയം കണ്ടെത്തേക്കാം. ആ ക്യാബിൻ എത്തുക, അതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ തന്നെ ഇന്ദ്രപാൽ, നമുക്കറിയാം റിട്ടയർഡ് മേജർ ഇന്ദ്രപാൽ നടത്തിയ ആ റഡാർ പരിശോധനയിൽ ലോറി വലിയ തോതിൽ അത്തരത്തിൽ തകരുകയോ അല്ലെങ്കിൽ ക്യാബിൻ വേർപെട്ടിട്ടോ ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാബിനകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന അർജുൻ അതിനകത്ത് തന്നെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകാം എന്ന ഒരു നിഗമനമാണുള്ളത്. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള വലിയ സംവിധാനങ്ങൾ ഇനിയിപ്പോൾ അല്പസമയത്തിനകം ക്രെയിൻ കൊണ്ടുവരുന്നുണ്ട്. കാരണം ഈ ലോറി പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ആലോചനയും നടക്കുന്നുണ്ട്.